തയമ്മുമിൻ്റെ രൂപം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നില്ലേ? ഓക്കെ. തയമ്മും ചെയ്യാൻ നമ്മൾ പറഞ്ഞു ശുദ്ധമായ പൊടിമണ്ണ് വേണം. ഉസ്താദ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ശുദ്ധമായ പൊടിമണ്ണ് ഇതേപോലെ ഒരു പേപ്പറിലോ കവറിൻ്റെ മുകളിലോ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പരത്തി വെക്കുക. ശേഷം തയമ്മും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ശരിയാക്കി വെക്കുക. ഡ്രസ്സിൻ്റെ കൈകളൊക്കെ ശരിയാക്കി വെക്കുക. അതിനുശേഷം നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവണം. ശരീരത്തിൽ നജസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നീക്കം ചെയ്യാം. ശേഷം കയ്യിൽ മോതിരം അല്ലെങ്കിൽ പെൺകുട്ടികൾ വള, വാച്ച് ഇവയൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഊരി വെക്കുക. കാരണം നമ്മൾ പറഞ്ഞു മുഖത്തും 2 കൈകളിലാണ് തയമ്മും ചെയ്യുന്നത്. അപ്പോൾ തയമ്മും ശരിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോതിരം, അതേപോലെ പെൺകുട്ടികൾ വള, വാച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഊരി വെക്കുക. പിന്നെ ശേഷം നമ്മൾ ബിസ്മി ചൊല്ലുക. ബിസ്മി അറിയില്ലേ? അതെ, ബിസ്മി ചൊല്ലുക. ബിസ്മി ചൊല്ലിയതിന് ശേഷം തയമ്മുമിൻ്റെ നിയ്യത്ത് ചെയ്യാം. തയമ്മുമിൻ്റെ നിയ്യത്ത് അറിയോ? പറയട്ടെ. ശരി. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. എന്താണ് നിയ്യത്ത്? ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുന്നില്ലേ? ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. തയമ്മുമിൻ്റെ നിയ്യത്ത് പറഞ്ഞാൽ മാത്രം പോരാ, ഹൃദയത്തിൽ കരുതണം. അതാണ് നിർബന്ധം. ഓക്കെ. ബിസ്മി ചൊല്ലി തയമ്മുമിൻ്റെ നിയ്യത്ത് ചെയ്യുന്നു. ഒന്നുകൂടെ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. ശേഷം 2 കൈകളും പൊടിയുള്ള മണ്ണിൽ അടിക്കുക. ശേഷം കയ്യിൽ വന്നിട്ടുള്ള അധികമുള്ള മണ്ണ് പുറത്തേക്ക് തട്ടി ഒഴിവാക്കുക. ഈ മണ്ണിലേക്ക് തട്ടി ഒഴിവാക്കരുത്. ശേഷം അടുത്ത സ്റ്റെപ്പ്, മുഖം ഈ 2 കൈകളെ കൊണ്ടും പൂർണ്ണമായിട്ട് തടവുക. മുഖം തടവുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മൂക്കിൻ്റെ താഴെയുള്ള ഭാഗമൊക്കെ ശ്രദ്ധയോടെ തടവണം. ഓക്കെ. വീണ്ടും ഒന്നുകൂടെ നമ്മൾ 2 കൈയും മണ്ണിലടിക്കുന്നു. ശേഷം നേരത്തെ ചെയ്തതുപോലെ കയ്യിൽ അധികമുള്ള മണ്ണ് പുറത്തേക്ക് തട്ടി ഒഴിവാക്കുക. ശേഷം ആദ്യം വലതു കൈയാണ് തടവേണ്ടത്. ഇടതു കൈയിൻ്റെ തള്ളവിരൽ ഒഴികെയുള്ള 4 വിരലുകളെ കൊണ്ടും വലതു കൈയിൻ്റെ പുറം ഭാഗത്ത് വിരലുകളുടെ അറ്റം മുതൽ ഇതേപോലെ മുട്ടുൾപ്പെടെ തടവുക. ശേഷം ഉള്ളം കൈകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളും ഇതേപോലെ തടവുക. ശേഷം വലതു കൈയുടെ തള്ളവിരൽ ഒഴികെയുള്ള 4 വിരലുകളെ കൊണ്ടും ഇടതു കൈയുടെ പുറം ഭാഗത്ത് വിരലുകളുടെ അറ്റം മുതൽ ഇതേപോലെ തടവുക. ശേഷം ഉള്ളം കൈകൊണ്ട് ഇടതു കൈയുടെ ബാക്കിയുള്ള ഭാഗങ്ങളും ഇതേപോലെ തടവുക. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ 2 ഉള്ളം കൈകളും പരസ്പരം ഉരസുക. അതേപോലെ 2 കൈകളുടെയും വിരലുകൾ പരസ്പരം കോർക്കുകയും ചെയ്യാം. ഇവ 2 സുന്നത്താണ്. ഉള്ളം കൈകൾ പരസ്പരം ഉരസലും 2 കൈകളുടെയും വിരലുകൾ പരസ്പരം കോർക്കലും സുന്നത്താണ്. ഇത്രയും മാത്രമേ തയമ്മുമിൻ്റെ സ്റ്റെപ്പുള്ളൂ. വളരെ സിമ്പിളാണ്. വുളൂവിനേക്കാൾ സിമ്പിളാണ്. മനസ്സിലായില്ലേ?